ഭീകരാക്രമണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ CCS യോഗത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികൾ എടുത്തുകൊണ്ടുള്ള തീരുമാനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായിരുന്നു ജാതി സെൻസസ് പ്രഖ്യാപനം. ക്യാബിനറ്റ് യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കപ്പെട്ടത് പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുക്കാൻ പോകുന്ന നടപടികളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നാൽ അതൊന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിശദീകരിച്ചില്ല. പക്ഷേ യോഗത്തിൽ ചില കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്, തീരുമാനിക്കപ്പെട്ടിട്ടുമുണ്ട്. സേനാ മുന്നൊരുക്കങ്ങളും വിന്യാസങ്ങളുമായിരുന്നു പ്രധാനം. ഭീകരാക്രമണത്തിൽ കനത്ത പ്രഹരം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. मैं सिर्फ ये कहना चाहता हूं कि जिन लोगों ने ये किया है, जो भी हैं, कहां भी हैं, they have to pay for this and they have to pay for it properly. कि इनको याद रहे कि हिंदुस्तान के साथ ये नहीं किया जा सकता है. പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ 4 റഫാൽ പോർ വിമാനങ്ങൾ നിയന്ത്രണ രേഖയിൽ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയന്ന പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിൽ ജാഗ്രത പുറപ്പെടുവിച്ചു. യുദ്ധ ടാങ്കുകളെ സിയാൽകോട്ടിൽ നിന്ന് ഷക്കർഗഡിലേക്ക് മാറ്റി. ഖാരിയാൻ മേഖലയിൽ പരിശീലനം നടത്തുന്നു. ഇസ്ലാമാബാദിൽ കൂടുതൽ F-16 യുദ്ധവിമാനങ്ങളും എത്തിച്ചു. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുന്ന സാഹചര്യത്തിൽ വിഷയം ഇരു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തലത്തിൽ ചർച്ചയുമായി. ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. തുടർന്നും പ്രകോപനങ്ങൾ ഉണ്ടാകരുതെന്ന് മുന്നറിയിപ്പ് നൽകി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.